Hi friends! കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കാരമൽ പോപ്കോൺ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് കാരമൽ റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി 1.5 കപ്പ് പഞ്ചസാര നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നല്ലതുപോലെ മെൽറ്റായി ഈ സോസിൻ്റെ കൂടെ യോജിക്കുന്ന വരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് പോപ്കോൺ റെഡിയാക്കി എടുക്കാം. ഇനി കുറച്ച് വലിയൊരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള കോണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇനി ഇത് അടച്ച് വെച്ച് പോപ്കോൺ റെഡിയാക്കി എടുക്കാം. നമ്മുടെ കോണൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലൊരു ബട്ടർ പേപ്പറിലേക്ക് ഇത് മാറ്റുകയാണ്. ഇനി ഈ പോപ്കോണിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. പോപ്കോണിൻ്റെ എല്ലാ ഭാഗത്തും കാരമൽ സോസ് എത്തുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്